യുപി ബിജെപിയിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെ നീക്കങ്ങൾ സജീവമാകുന്നതിനിടെ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള പ്രവർത്തകരുടെ യോഗം വിളിച്ചു നരേന്ദ്രമോദി. അതേസമയം മോദിക്കെതിരെ RSS തലവൻ മോഹൻ ഭാഗവതും നടത്തിയ പരാമർശം ആയുധമാക്കി കോൺഗ്രസ്. കാളിദാസൻ വിവരങ്ങളുമായി ചേരുന്നു. കാളിദാസൻ, യുപിയിൽ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ തുടങ്ങിയ പ്രശ്നങ്ങളാണ്. ഇപ്പോൾ യോഗി ആദിത്യനാഥിനെ എങ്ങനെ പ്രതിരോധിക്കാൻ കേന്ദ്ര നേതൃത്വം ശ്രമിക്കുന്നു? ഫിജി ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് യുപി BJP ഘടകത്തിൽ കനത്ത പ്രതിസന്ധി ഉടലെടുക്കുന്ന ഒരു സാഹചര്യത്തിനിടയിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാന തലത്തിലുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാ പ്രവർത്തകരെയും വിളിച്ച് BJP ആസ്ഥാനത്തിൽ ഇത്തരത്തിലൊരു യോഗം വിളിച്ചത്. ഇന്നലെ രാത്രിയായിരുന്നു ഇദ്ദേഹം യോഗം വിളിച്ചത്. ഒപ്പം JP നദ്ദയും BJP അധ്യക്ഷൻ JP നദ്ദയും ഒപ്പമുണ്ടായിരുന്നു. ഇനിയുള്ള മറ്റ് പരിപാടികൾ അല്ലെങ്കിൽ ഇനിയുള്ള കാര്യപരിപാടികൾ ചർച്ച ചെയ്യാനും അതോടൊപ്പം തന്നെ ഓരോ സംസ്ഥാനങ്ങളിലും ഈ ഒരു തെരഞ്ഞെടുപ്പിന് നേരിട്ടൊരു തിരിച്ചടി പല സംസ്ഥാനങ്ങളും പല രീതിയിലാണ് ഇപ്പോൾ പ്രധാനമായിട്ടും ഉടലെടുത്തിരിക്കുന്നത്. യുപിയിലെ ഒരു പ്രതിസന്ധി ഇങ്ങനെ കനത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലും കൂടി ആയതുകൊണ്ടാണ് ഇതിന് പ്രസക്തിയേറുന്നത്. കാരണം യുപിയിൽ മുൻപ് 2019 66ഓളം സീറ്റുകളായിരുന്നു BJP വിജയിച്ചിരുന്നത്. എന്നാൽ ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആ 66 അല്ലെങ്കിൽ അത്രയും ഉള്ളത് ഏറ്റവും വലിയൊരു ഭൂരിപക്ഷം BJP നിലനിർത്തിയ ഒരു ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് അത് നേരെ ഒരു പകുതിയിലേക്കായി 80 സീറ്റുള്ള യുപി മണ്ഡലങ്ങളിൽ ലോക്സഭാ മണ്ഡലങ്ങളുള്ള 80 ലോക്സഭാ മണ്ഡലങ്ങളുള്ള യുപിയിൽ ഇത് നേരെ പകുതിയായി വലിയൊരു പ്രതിസന്ധി 30 സീറ്റുകളോളമാണ് BJP കുറഞ്ഞത്. ഇതിനെ തുടർന്ന് തന്നെ കനത്ത പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു യോഗം വിളിച്ചത്. ഇത് മാത്രമല്ല, മറ്റൊരു തരത്തിലും ഒരു ഭാഗത്ത് നിന്നും BJPക്ക് തിരിച്ചടി നേരിടുന്നുണ്ട്. കാരണം ഇന്നലെ മോഹൻ ഭാഗവത് RSS തലവൻ മോഹൻ ഭാഗവത് ഝാർഖണ്ഡിൽ നടത്തിയ ഒരു പ്രസ്താവന ഇപ്പോൾ കോൺഗ്രസ് ആയുധമാക്കി കൊണ്ടുവരികയാണ്. കാരണം മോഹൻ ഭാഗവത് സൂചിപ്പിച്ചതെന്താണെന്ന് വെച്ചാൽ ചിലർക്ക് ഭഗവാനാകാൻ താല്പര്യമുണ്ട്, ഭഗവാനാകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ അവർക്ക് കുറച്ച് കഴിയുമ്പോൾ ദേവതയാണെന്നും ഭഗവാനാണെന്നും ഒക്കെ തോന്നും. കുറച്ച് കഴിയുമ്പോൾ ഇത് താൻ സുപ്രധാനം അല്ലെങ്കിൽ ഏറ്റവും വലിയ ദേവതയ്ക്ക് മുകളിൽ അല്ലെങ്കിൽ പരമാധികാരി അല്ലെങ്കിൽ അത്തരത്തിലൊരു ചിന്തയിലേക്കൊക്കെ പോകുന്നു എന്ന തരത്തിലാണ് പറഞ്ഞത്. ഇത് കൃത്യമായി ഒരാളെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. പക്ഷേ ഇതിനെ കോൺഗ്രസ് അല്ലെങ്കിൽ പ്രതിപക്ഷം ഒരുമിപ്പിക്കുന്ന ഈ പ്രസ്താവന എടുത്ത് ചൂണ്ടിക്കാട്ടുന്നത് എന്തെന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പിന് മുൻപേ മോദി ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിരുന്നു. തൻ്റെ ജനനം എന്നത് ജൈവികമല്ല എന്ന തരത്തിലൊരു പ്രസ്താവന നടത്തിയിരുന്നു. ഇതിനെ എടുത്തു കാട്ടിയാണ് ഈ മോഹൻ ഭാഗവതിൻ്റെ ഒരു പ്രസ്താവനയുമായി ബന്ധപ്പെടുത്തി ഇത്തരത്തിലൊരു ഇത് പറയുന്നത്. കാരണം അതിനുശേഷം ഈ ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം RSSും BJPക്കെതിരെ തിരിഞ്ഞിരുന്നു അല്ലെങ്കിൽ അത്തരത്തിൽ പ്രസ്താവനകൾ നടത്തിയിരുന്നു. കാരണം BJPയുടെ അമിത ആത്മവിശ്വാസം ചില ഘട്ടങ്ങളിൽ വലിയ തിരിച്ചടി ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നേരിട്ടിട്ടുണ്ട്. ഇത്തരത്തിലൊക്കെ ഒരു വാദങ്ങൾ എടുത്തു വരുന്ന അല്ലെങ്കിൽ പുറത്തു വരുന്ന ഒരു സാഹചര്യത്തിലാണ് കോൺഗ്രസ് നേതാവായ ജയറാം രമേശും ഈ ഒരു മോഹൻ ഭാഗവതിൻ്റെ പ്രസ്താവനയിൽ ഊന്നി അദ്ദേഹവും ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. കാരണം ഇത് എന്ന് പറയുന്നത് നാഗ്പൂരിൽ നിന്നും ലോക് കല്യാൺ മാർഗിലേക്ക് വന്ന ഒരു മോദിക്കെതിരായി വന്ന ഒരു അഗ്നി മിസൈലാണ്. മോദി എന്തായാലും ഇതിൽ കരുതിയിരിക്കണം, അല്ലെങ്കിൽ ഇതെന്തായാലും വലിയൊരു തിരിച്ചടി തന്നെയാണ് ഏൽക്കാൻ പോകുന്നത്. കാരണം ഇപ്പുറത്ത് ഈ ഒരു പ്രതിപക്ഷം ഭയങ്കര ആത്മവിശ്വാസത്തിലാണ്. ഇത്തരത്തിൽ പല തിരിച്ചടികളും നേരിടുന്നു, പല സ്ഥലങ്ങളിലും ഉപതെരഞ്ഞെടുപ്പ് നേരിടുന്നു. അവിടെയും ഇന്ത്യ മുന്നണിക്കും അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിക്കും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായി കണ്ടു പല സ്ഥലങ്ങളിലായിട്ട്. ശരി, കാളിദാസനാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള NDA സംസ്ഥാനതല നേതൃയോഗം ഇന്ന് തൃശ്ശൂരിലടക്കം രാവിലെ 11 മണിയോടെ BJP തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസായ നമോ ഭവനിലാണ് യോഗം നടക്കുക. V മുരളീധരൻ, K സുരേന്ദ്രൻ, തുഷാർ വെള്ളാപ്പള്ളി, കുമ്മനം രാജശേഖരൻ തുടങ്ങി മറ്റ് ഘടകകക്ഷി നേതാക്കളും യോഗത്തിൽ പങ്കെടുക്കും. തൃശ്ശൂരിലെ വിജയം BJPക്ക് മറ്റു മണ്ഡലങ്ങളിലുണ്ടായ മുന്നേറ്റം തുടങ്ങി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവലോകനവും വരുന്ന തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്യും. ഒപ്പം മുന്നണി വിപുലീകരണവും വിവിധ സംസ്ഥാനങ്ങളിൽ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള സമരപരിപാടികളും ആസൂത്രണം ചെയ്യും.